പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനൊക്കെ വരികയാണ്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടു പോയവരുണ്ട്, ഒരുപാട് കടങ്ങൾ കൊണ്ട് മുങ്ങിപ്പോയവരുണ്ട്. നമുക്കൊക്കെ ഒരു വാചകം പറഞ്ഞാൽ, ഒരു രോഗിയെ കാണുമ്പോൾ, കടം കൊണ്ട് വലഞ്ഞ ആളെ കാണുമ്പോൾ, ഒരു പ്രതിസന്ധിയിലായ ആളെ കാണുമ്പോൾ നമ്മളൊരു വാചകം, ഒരു വാക്ക്, ഒരു ദുആ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ലെന്നാണ് ഹദീസിൽ വന്നതാണ്. നമ്മളൊരു ക്യാൻസർ രോഗിയെ കണ്ടാൽ, ഒരു കടത്തിൽ അകപ്പെട്ടവനെ കണ്ടാൽ, നമ്മളൊരു ദുആ പറഞ്ഞാൽ, അവനെ കാണുമ്പോൾ, ആ പ്രയാസമുള്ള ആളെ കാണുമ്പോൾ നമ്മളൊരു ദുആ പറഞ്ഞാൽ അതുപോലൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ലെന്നാണ്. അതേതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാം ഇന്നത്തെ ക്ലാസ്സിൽ. കൂട്ടത്തിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ, മലക്കൊന്നും അല്ലല്ലോ. 24 മണിക്കൂറും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ. നമ്മൾ കുറച്ച് ദിക്ർ ചൊല്ലും, പിന്നെ നിസ്കരിക്കും, കുറച്ച് ഭക്ഷണം കഴിക്കും, പിന്നെ ബാത്റൂമിൽ പോകും, പിന്നെ ഉറങ്ങും, അങ്ങനെ എല്ലാം നടത്തുന്ന ജീവിയാണ് മനുഷ്യൻ. 24 മണിക്കൂറും ഇബാദത്ത് മാത്രമല്ല. അപ്പൊ എന്നാൽ 24 മണിക്കൂറും നമ്മൾ ഇബാദത്ത് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം കിട്ടാൻ 2 സമയത്ത് ഒരു ദുആ പറയണം. അതേതാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് വ്യാപിക്കുകയാണ്. തുമ്മുന്ന സമയത്ത് ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ടിപ്സുകളാണ്, ചില ദിക്റുകളാണ്, ചില മന്ത്രോച്ചാരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ ഏതൊക്കെയാണെന്ന് വിശദമായി കേൾക്കാം. അവസാനം വരെ കാണുക. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ വ മുൻജീനാ വ മുർഷിദനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പടച്ച റബ്ബ് എല്ലാവിധ ഖൈറും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകനുമായി വന്നു. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ നമ്മുടെ കൈകളിലെ 10 വിരലുണ്ടല്ലോ, ഈ വിരൽ, ഈ 10 നഖങ്ങളും ഇങ്ങനെ വീർത്ത് അതിൽ നിന്നും ഇങ്ങനെ ഒരു പ്രത്യേകമായ വെള്ളം പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ്. നഖമെല്ലാം ഇങ്ങനെ കറുത്തിട്ട് ആ ഓരോ നഖവും ഇങ്ങനെ പൊട്ടി അതിങ്ങനെ വീർത്തിരിക്കുന്നു, 10 വിരലും. അതുപോലെ തന്നെ കണ്ണിന് ചില പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ട്. ആ വാപ്പ പറഞ്ഞത്, ഉസ്താദെ, എൻ്റെ മകനിക്ക് കണ്ണിന് ക്യാൻസറിൻ്റെ തുടക്കമാണ്. അതുപോലെ തന്നെ വിരലുകൾക്ക്, ഈ നഖങ്ങൾക്ക് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ഇതൊരു കേസ്. പിന്നെയും ഒരുപാട് കേസുകൾ എടുത്താൽ ഒരു സഹോദരി, അങ്ങനെ ഒരു സഹോദരി, ഒരുപാട് സഹോദരിമാർ അവരുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ക്യാൻസർ വന്നിട്ട് ഈ നെഞ്ച് എടുത്തു കളഞ്ഞ ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മജ്ജയിൽ ക്യാൻസർ വന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്ന് കണ്ണ് അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന് ക്യാൻസർ, അതുപോലെ ഈ കരളിന് ക്യാൻസർ, ഇങ്ങനെ ശരീരത്തിൻ്റെ കവിളിൽ. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു സഹോദരൻ എന്നെ കാണാൻ എൻ്റെ റൂമിൽ വന്നു. അദ്ദേഹം മാസ്ക് വെച്ചിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് കൂടുതൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്ന് തിരിയൂല. അവസാനം അദ്ദേഹം ആ മാസ്ക് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ മാംസമില്ല. നമ്മുടെ ഈ കവിളുണ്ടല്ലോ, ഈ കവിളിൻ്റെ ഈ ഭാഗമില്ല. നമുക്ക് നോക്കുമ്പോൾ പല്ല് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കൂട്ടി തുന്നി വെച്ചിരിക്കുകയാണ്, സ്റ്റിച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഉസ്താദെ, ഭക്ഷണം കഴിച്ച സമയത്ത് ഈ കവിളിൽ ഇങ്ങനെ കടിച്ചതാണ്.
കടി കൊണ്ട്. സാധാരണ അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാവിൽ നമ്മൾ കടിക്കും, അല്ലെങ്കിൽ ചുണ്ടിലൊക്കെ കടിച്ചു പോകും. അങ്ങനെ അത് പിന്നീട് അത് പോളം ഈ ചെറിയ വേദനയും നല്ല പഴുത്ത് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇത് കേൾക്കുന്ന പലരുടെയും ചുണ്ടിലും വായിലൊക്കെ ഇപ്പം അതുപോലെ ഈ വായിൽ പുണ്ണ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതങ്ങനെ വന്ന് അത് പൊറുക്കാതെ കൂടി അത് ക്യാൻസറായി വന്നു എന്നാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇന്ന് പനി പോലെയാണ് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നത്. പനി പോലെയാണ്, പനിയേക്കാൾ വേഗത്തിലാണ്. ഒരു കുടുംബത്തിലെ 2 ആൺമക്കൾ, ആ 2 ആൺമക്കൾക്കും ക്യാൻസർ രോഗമാണ്. ഉമ്മാക്കും, ആ കുടുംബത്തിലെ ഉമ്മാക്കും അതേ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവെ പടച്ചവന്റെ പരീക്ഷണം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു പല അസുഖങ്ങളുടെ പേരിൽ. ഞാൻ എൻ്റെ ഉമ്മമാരോടും വാപ്പമാരോടും പറയട്ടെ, ഇങ്ങനെ നമ്മുടെ അടുക്കൽ ആരെങ്കിലും ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ ക്യാൻസർ ആണ് നിങ്ങൾ ദുആരക്കണമെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ, ഒരു ക്യാൻസർ രോഗിയെ കണ്ടാൽ, ക്യാൻസർ രോഗം മാത്രമല്ല, ഇന്നിപ്പോൾ കരളിന് പ്രശ്നമുള്ള ഒരുപാട് ആളുകളുണ്ട്, ഫാറ്റി ലിവർ, കിഡ്നിക്ക് പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്, ഹൃദയത്തിന് ബ്ലോക്ക് വന്ന് സർജറി കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരുപാട് ആളുകൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്നു. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട്, കടം വീട്ടാൻ വഴിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്, വീടില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് പൂർണ്ണമായും കിട്ടാതെ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലൊക്കെ കഴിയുന്ന നിരവധി ആളുകൾ. ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരോടും വാപ്പമാരോടും സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ അടുക്കൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നമായി സങ്കടമായി ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരാളെ കണ്ടാൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണം ഏറ്റ ഏതെങ്കിലും ഒരു വ്യക്തിയെ, അത് പെണ്ണാവട്ടെ ആണാവട്ടെ, നമ്മൾ കണ്ടാൽ, അറ്റ്ലീസ്റ്റ് ഒരു പനിയാവട്ടെ, പനി ബാധിച്ച ഒരാളെ കണ്ടാൽ, ഒരു ജലദോഷം ബാധിച്ച ഒരാളെ കണ്ടാൽ, നമ്മൾ ഇനി പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദുആ എൻ്റെ ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏത് രോഗിയെ കണ്ടിട്ടാണോ, ഏത് അവസ്ഥയിലുള്ള ആളെ കണ്ടിട്ടാണോ ഈ ഒരു വാചകം പറഞ്ഞത്, ആ അവസ്ഥ അല്ലാഹു തആല ഇവനിക്ക് കൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ക്യാൻസർ രോഗികളെ കാണുമ്പോൾ, കരളിന് പ്രശ്നമുള്ളവരെ കാണുമ്പോൾ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ കാണുമ്പോൾ, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ ആളുകളെ കാണുമ്പോൾ, പടച്ചവന്റെ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയി ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഏതെങ്കിലും, അത് ചെറിയ രോഗമാവട്ടെ, സാമ്പത്തിക പ്രശ്നമാവട്ടെ, കച്ചവടത്തിലെ നഷ്ടമാവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കഴിയുന്ന ആരുടെ കുടുംബത്തിൽ പ്രതിസന്ധിയാവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയ ആളെ കാണുമ്പോൾ പറയണം എന്ത്? നമുക്ക് ഈ ഒരു ദുആ. ഏത് ദുആയാണ്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഈ ദുആ നമ്മൾ പറയാൻ മറന്നു പോവണ്ട. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ഈ ഒരു വാചകം വന്നിട്ടുള്ളത്. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. മലബാറിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 19-20 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാല് കുത്താൻ പറ്റുന്നില്ല, കാലിന് ഭയങ്കര വേദന. കാലിൻ്റെ പല ഭാഗത്തും, വലത് കാലിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കാല് പൊട്ടിയിട്ട് രക്തം വരുന്നു. കാലിൻ്റെ നിറം തന്നെ മാറി. ഈ കാല് ഇനി അത് അതിൻ്റെ തളർന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു, ഈ കാലിൻ്റെ പല സ്ഥലത്തും ഇങ്ങനെ ചെറിയ കുമിളകൾ പോലെ, കുരുക്കൾ പോലെ വന്നു. അതിൽ നിന്നൊക്കെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ടെസ്റ്റിനൊക്കെ അയക്കാൻ വേണ്ടി പോകുന്നു. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അവർ പറഞ്ഞു ഇത് ക്യാൻസർ രോഗമാവാനാണ് സാധ്യത. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഒരിക്കലും ക്യാൻസർ രോഗം വരാൻ സാധ്യതയില്ല, വേറെ എന്തെങ്കിലും അസുഖമായിരിക്കാം, പക്ഷെ എൻ്റെ കാലിന് ഒരിക്കലും ക്യാൻസർ രോഗം വരൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദുആ ഞാൻ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എത്രയോ ക്യാൻസർ രോഗികളെ കണ്ടപ്പോൾ ഞാൻ ഈ ദുആ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ക്യാൻസർ രോഗമായിരിക്കൂല, വേറെ എന്തെങ്കിലും അസുഖമായിരിക്കാം.
അങ്ങനെ ടെസ്റ്റ് വന്നു, ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, ക്യാൻസർ രോഗമല്ല. വീണ്ടും പല ടെസ്റ്റുകൾ നടത്തി, ഒന്നും തിരിയുന്നില്ല ഇത് അസുഖമാണെന്ന്. അവസാനം ഏതോ ഒരു നാട്ടിലുള്ള ഒരു നാട്ടുവൈദ്യനെ കണ്ട് പരിശോധിച്ചപ്പോൾ വിഷം തീണ്ടിയതാണ്. അതിനുള്ള ചികിത്സ കൊടുത്തു, ആ രോഗം മാറി. ഇന്ന് ആ കാലുമായി കുട്ടി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നല്ല ഈമാനികമായ ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹുൽ വിശ്വാസം, അള്ളാഹു തവക്കലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം വിജയിക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിലകപ്പെട്ട, ഏതെങ്കിലും ഒരു പ്രയാസത്തിലകപ്പെട്ട ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ഈ ദുആ പറയണം. അവർ കേൾക്കാതെ പറഞ്ഞാൽ ഏറ്റവും നല്ലത്. രോഗിയുടെ അടുക്കൽ പോയിട്ട് ഉറക്കെ ഈ ദുആ പറയരുത്. അതല്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ പറയാം, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ കേൾക്കുന്ന തരത്തിൽ പറയാം. ഏത് ദുആ? ഇത് വല്ലാത്ത പവറുള്ള ദുആയാണ്. ഏതെങ്കിലും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയ ആളെ കാണുമ്പോൾ നമ്മൾ ഈ ദുആ പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ്. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ആഫാനി, എനിക്ക് നീ ആഫിയത്ത് നൽകി, എനിക്ക് നീ ആരോഗ്യം തന്നു. മിമ്മബ്തലാക ബിഹി, അല്ലാഹുവേ പടച്ചവനെ, ആ കാണുന്ന വ്യക്തി, അയാൾക്ക് ക്യാൻസർ രോഗമാണ്, അയാൾക്ക് ഒരുപാട് കടമാണ്, അയാൾക്ക് ഒരുപാട് ദുഃഖമാണ്, അയാൾക്ക് ഒരുപാട് സങ്കടമാണ്. അതൊന്നും എനിക്ക് നീ തന്നിട്ടില്ല. അയാൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, പക്ഷെ എന്നെ ആ പ്രശ്നത്തിൽ നിന്നെല്ലാം നീ എന്നെ കരകയറ്റിയിരിക്കുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് റബ്ബേ, നിനക്കാകുന്ന സർവസ്തുതിയും. വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവേ പടച്ചവനെ, നീ എന്നെ ഫളിലുള്ളവനാക്കി, അല്ലേ? നീ എന്നെ ശ്രേഷ്ഠവാനാക്കി. അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവേ പടച്ചവനെ, ആ കാണുന്ന ക്യാൻസർ രോഗം പോലെ എനിക്ക് നീ രോഗം തന്നില്ല. ആ കാണുന്ന കടത്തിൽപ്പെട്ട ആളെ പോലെ എനിക്ക് നീ കടം തന്നില്ല. നീ എന്നെ പരിശുദ്ധനാക്കി, അല്ലെ? നീ എന്നെ ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. നീ എനിക്ക് ഒരുപാട് ഫളില് തന്നു. നീ എനിക്ക് നിന്റെ ഒരുപാട് ഔദാര്യം തന്നു. ഈ ഒരു ദുആ എന്റെ മുഅ്മിനീങ്ങളെ പഠിച്ചു വെച്ചോ. ഒന്നുകൂടി പറഞ്ഞേ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. എന്റെ ഉമ്മച്ചുമാരെ, ഒന്ന് എഴുതിയെടുത്തു വെച്ചോ. നമുക്കൊക്കെ ഇത് ഉപകാരപ്പെടും. കാരണം ഇന്ന് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ രോഗിയെ കണ്ടാൽ ഈ ദുആ നമ്മൾ പറയാൻ മറക്കണ്ട. ഒരാൾ വന്ന് പറയുന്നു ഭയങ്കര ഷുഗർ കൂടുതലാണ്, അല്ലെ പ്രഷറാണ്, BP കൂടുതലാണ്, കുറവാണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി, ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത് നമ്മൾ പറയണമെന്നാണ്. എന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ജിന്നോ മലക്കൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മലക്കുകൾ 24 മണിക്കൂറും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മലക്കുകൾ ആരാണ്? 24 മണിക്കൂറും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യനായ നമുക്ക് 24 മണിക്കൂറും നിസ്കരിക്കാനോ 24 മണിക്കൂറും തുടർച്ചയായി നോമ്പെടുക്കാനോ അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാനോ ദിക്ർ ഔറാദുകൾ പറഞ്ഞുകൊണ്ടിരിക്കാനോ സാധ്യമല്ല. നമ്മൾ കുറച്ച് സമയം ദിക്റിന് വേണ്ടി ചെലവഴിക്കും, പിന്നെ കുറേ സമയം കിടന്ന് ഉറങ്ങും, പിന്നെ ഭക്ഷണം കഴിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്നാൽ 2 സമയങ്ങളിൽ ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 24 മണിക്കൂറും ഒരു ദിവസം മുഴുവനും ദിക്ർ ചൊല്ലിയവനെ പോലെയുള്ള പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഒന്നാമത്തെ സമയം ഏതെന്നറിയോ? അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ദുആ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ആ ദുആ മുഴുവനായും പറയുക. അറ്റ്ലീസ്റ്റ് അൽഹംദുലില്ലാ എന്നെങ്കിലും ആ ബെഡിൽ വെച്ച് നമ്മൾ പറഞ്ഞിട്ടേ എഴുന്നേക്കാവൂ. അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു അൽഹംദുലില്ലാ എന്നെങ്കിലൊക്കെ പറഞ്ഞാൽ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, എല്ലാ തിരക്കും കഴിഞ്ഞ് ഉറങ്ങാൻ വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ പറയണേ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. അതോടൊപ്പം തന്നെ പറയണം അൽഹംദുലില്ലാഹ്. അപ്പൊ ഉറങ്ങുന്ന സമയത്തും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും പറയണം എന്ത്? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ മനസ്സിൽ തട്ടി പറയണേ. അങ്ങനെ പറഞ്ഞാൽ 24 മണിക്കൂറും, പകലും മുഴുവനും രാത്രി മുഴുവനും നമ്മൾ ദിക്ർ ചൊല്ലിയവനാണ് എന്ന് മലക്കുകൾ രേഖപ്പെടുത്തുമെന്ന് മഹാന്മാര് പറയുകയാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായി പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്.
ഒരാള് ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുമ്പോ അവൻ ആദ്യമായി പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കും പറയണം സ്വർഗത്തിൽ കടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന്. അതിന് ഇവിടെ വെച്ച് ധാരാളം അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി അറിയിക്കുക. ഒരു മനുഷ്യൻ അവൻ തുമ്മുന്ന സമയത്ത്, അല്ലെ, ഹാച്ചി എന്ന് പറഞ്ഞ നമ്മൾ തുമ്മൂലേ, തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഹംദിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊരാൾ പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹു കൊടുക്കുന്നതാണ്. എന്ത് പറയണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. റമളാൻ വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ചില ദിക്റുകൾ, ഇതുപോലുള്ള ചില ഔറാദുകളൊക്കെ നമ്മൾ ഇപ്പോഴേ ശീലിച്ചു കഴിഞ്ഞാൽ റമളാൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കത് നമ്മുടെ നാവിൽ തുമ്പിൽ വരും. അവർ റമളാനിലൊക്കെ ഒരു ദിക്റ് പറഞ്ഞാൽ 70, 700 ദിക്റ് പറഞ്ഞ പ്രതിഫലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നു മുതൽ ഉറങ്ങുന്ന സമയത്ത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പറയണം, അതിൻ്റെതായ ദിക്റുകൾ പറയണം. കൂട്ടത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറക്കണ്ട. ഇനി മുതൽ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും എല്ലാ സ്തുതികളും അല്ലാഹുവേ നിനക്കാകുന്നു എന്നർത്ഥം വരുന്ന ആ ഒരു വാചകം പറയാൻ മറന്നു പോവണ്ട. പിന്നെയോ, ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനെ കണ്ടാൽ, ഏതെങ്കിലും ഒരു അപകടം കണ്ടാൽ, ഒരു ആക്സിഡന്റ് കണ്ടാൽ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ആളെ കണ്ടാൽ അപ്പൊ പറയണം എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ച് ദിക്റുകളാണ്, കുറച്ച് ദുആകളാണ്, അല്ലെ, കുറച്ച് ഔറാദുകളാണ്. ഇതൊക്കെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന പരിശുദ്ധമായ പവിത്രമായ റമളാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, അല്ലെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നല്ല ഖൈറായ നിലയിൽ ഓർമ്മശക്തിയോടുകൂടി ആ പരീക്ഷയ്ക്ക് എഴുതാവാനും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും നമ്മുടെ മക്കൾക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. അലം നശ്റഹ് സൂറത്ത് നമ്മുടെ മക്കളോട് എപ്പോഴും ഓതാൻ പറയണം. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത്, അത് ഓർമ്മശക്തി കിട്ടാൻ നല്ലൊരു സൂറത്താണ് കേട്ടോ. ആ ഒരു സൂറത്ത് നമ്മുടെ മക്കളോട് ഓതാൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ, സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.